മലപ്പുറം വളാഞ്ചേരിയിൽ 10 മില്ലി ലിറ്റർ മദ്യം കൈവശം വെച്ചതിന് യുവാവിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസിന് രൂക്ഷ വിമർശനവുമായി കോടതി. വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർക്കെതിരെയാണ് മഞ്ചേരി ജില്ലാ കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്തരമൊരു അറസ്റ്റ് നടന്നത് ഏതെങ്കിലും ബനാന റിപ്പബ്ലിക്കിലല്ലെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണെന്നും കോടതി വിമർശിച്ചു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, 10 മില്ലി ലിറ്റർ മദ്യം പിടിച്ചെടുത്തു എന്നതായിരുന്നു യുവാവിനെതിരെയുള്ള കേസ്. ഇതിലാണോ കോടതിയുടെ വിമർശനം? ജിൽസി, തീർച്ചയായിട്ടും. അതായത് വളാഞ്ചേരിയിലെ ഒരു ബാർബർ ഷോപ്പിൽ നിന്നാണ് തിരൂർ പൈങ്കണ്ണൂർ സ്വദേശിയായ യുവാവിന്, അതായത് ധനേഷ് എന്ന 32-കാരനെ പിടിക്കുന്നത്. അതായത് ഇതിൽ ഏറ്റവും രസകരം എന്ന് വെച്ചാൽ 10 മില്ലി ലിറ്റർ വിദേശ മദ്യം കൈവശം വെച്ചു എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് റിമാൻഡ് ചെയ്യുന്നതും. അങ്ങനെ 7 ദിവസം ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ 3 ലിറ്റർ വിദേശ മദ്യം വരെ കൈവശം വെക്കാനുള്ള നിയമം ഉണ്ടായിരിക്കെയാണ് ഇത്തരത്തിൽ 3 മില്ലി ലിറ്റർ മദ്യം കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് കോടതി രൂക്ഷമായ ഭാഷയിലാണ് വളാഞ്ചേരി പോലീസിനെ വിമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന പ്രതിയെ ഇത്രയും ഗുരുതരമായ കേസിൽ കുടുക്കിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ പോലീസിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ കോടതി സംശയം പ്രകടിപ്പിക്കുന്നു എന്നുള്ള കാര്യം കോടതി പറയുകയുണ്ടായി. മാത്രമല്ല, ഇദ്ദേഹം ഈ 10 മില്ലി ലിറ്റർ മദ്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജോലി ബാർബർ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റോ ഉപയോഗിച്ചതാണോ എന്നുള്ളൊരു സംശയം കൂടി കോടതി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്റെ പരിധി ലംഘിക്കുകയും അമിതമായ ശുഷ്കാന്തി കാണിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ പോലീസ് ഇത്തരത്തിൽ ഇടപഴകാൻ പാടില്ല. മാത്രമല്ല, ഒരു കൃത്യമായ ഒരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ ഈ പിന്നോക്ക വിഭാഗങ്ങളായ ആളുകളുമായി ഇടപഴകുമ്പോൾ എങ്ങനെ ഇടപഴകണം എന്ന് സംബന്ധിച്ച് പോലീസിനൊരു ബോധവൽക്കരണം വേണം. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അക്കാര്യത്തിൽ ഒരു കൃത്യമായ നടപടി അല്ലെങ്കിൽ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ട്. ഏതായാലും കോടതി ഇപ്പോൾ യുവാവിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. പോലീസ് കള്ളക്കേസ് കുടുക്കി അല്ലെങ്കിൽ യുവാവിനെ കൊടുക്കണം എന്നുള്ള ആവശ്യത്തോടു കൂടി സമീപനം നടത്തി മുന്നോട്ട് പോയതാണെന്നുള്ളൊരു സംശയം തന്നെയാണ് കോടതി ഈ കേസിൽ ഇതിനകത്ത് സംശയം പ്രകടിപ്പിക്കുന്നത്. അതേസമയം പോലീസ് പറയുന്നത് ഇയാൾ ഇത്തരത്തിൽ മദ്യം കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ഒരാളാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് പോലീസ് പറയുന്നത്. പക്ഷേ കോടതി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പോലീസിനെ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. ജിൽസി.